എല്ലാവർക്കും നമസ്കാരം, സുപ്രഭാതം. കുത്താൻ വരുന്ന പോത്തിനോട് വേദം ഓതരുത് എന്ന മലയാളത്തിലൊരു ചൊല്ലുണ്ടല്ലോ, അത് ഏറെക്കുറെ ശരിയുമാണ്. ഹിംസയ്ക്ക് തയ്യാറെടുത്തു വരുന്ന മൃഗത്തിൻ്റെ നേർക്കുനേരെ നിന്ന് ഉപദേശങ്ങൾ കൊടുക്കാൻ പോയിട്ട് സംസാരിക്കാൻ വരെ സാമാന്യം ധൈര്യവും ക്ഷമയും വേണം. രാമായണത്തിലെ ഒരു സന്ദർഭത്തിൽ ശ്രീരാമൻ ഇതുപോലെ പ്രവർത്തിക്കുന്നുണ്ട്. ശൈവചാപമായ ത്രയംബകം എടുത്ത് കുലച്ച് വെളിച്ച് മുറിച്ചുകൊണ്ട് ശ്രീരാമൻ സീതയെ വിവാഹം ചെയ്തു. തുടർന്ന് ജനക മഹാരാജാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ദശരഥൻ്റെ മറ്റ് 3 രാജകുമാരന്മാർ മിഥിലാപുരിയിലെ 3 സഹോദരിമാരെ വിവാഹം ചെയ്തു. വിവാഹവും തുടർന്നുള്ള സത്കാരവും കഴിഞ്ഞ് ദശരഥ മഹാരാജാവും പത്നിമാരും പുത്രരും ബന്ധുക്കളും അമാത്യന്മാരും വളരെ സന്തോഷമായി മിഥിലയിൽ നിന്ന് അയോധ്യയിലേക്ക് യാത്ര തിരിച്ചു. തുടക്കത്തിൽ തന്നെ ദശരഥൻ ദുശ്ശകുനങ്ങൾ ദർശിച്ചു. കുലഗുരുവായ വസിഷ്ഠനോട് ദശരഥൻ ദുർനിമിത്തങ്ങളുടെ കാരണം ആരാഞ്ഞപ്പോൾ കുറച്ചൊക്കെ പ്രശ്നമുണ്ടാവുമെന്നും എല്ലാം മംഗളമായി കലാശിക്കുമെന്നും വസിഷ്ഠൻ ആശ്വസിപ്പിച്ചു. വിജനമായ കാനനത്തിലെത്തിയപ്പോൾ ക്ഷത്രിയ വംശത്തിൻ്റെ ആജന്മശത്രുവായ പരശുരാമൻ ചുമലിൽ വെൺമഴവും ചാപബാണങ്ങളും ധരിച്ച്, എഴുത്തച്ഛൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ബാടവാനരനെ പോലെ അവരുടെ മാർഗം തടസ്സപ്പെടുത്തിക്കൊണ്ട് ആവിർഭവിച്ചു. ഭൃഗുരാമൻ്റെ ഹുങ്കാര ശബ്ദത്തിൻ്റെ പ്രതിധ്വനിയിൽ സർവമേളവാദ്യങ്ങളും പൊടുന്നനവെ നിലച്ചു. തൻ്റെ ആശ്രമത്തിന് സമീപത്തുകൂടെ അഹങ്കാരത്തോടെ സഞ്ചരിക്കുന്ന ക്ഷത്രിയാധമന്മാരെ വധിച്ചേ അടങ്ങൂ എന്നതായിരുന്നു പരശുരാമൻ്റെ നിലപാട്. ദശരഥൻ അത്യധികം വിനയത്തോടെ സ്ഥിതിഗതികൾ വിവരിച്ചുകൊണ്ട് മാപ്പ് പറഞ്ഞു. പരശുരാമൻ്റെ ക്രോധം ഒന്നുകൂടെ വർദ്ധിച്ചു. ജനകൻ്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന തൻ്റെ ഗുരുനാഥൻ പരമശിവൻ്റെ വില്ല് ഒരു രാമൻ ഒടിച്ചു കളഞ്ഞതായി ഞാൻ കേട്ടു. ഞാനാണ് രാമൻ, ഭാർഗവരാമൻ. ഈ ഭൂമിയിൽ ഒരേ സമയത്ത് 2 രാമന്മാർ ഒരിക്കലും ഒന്നിച്ച് ജീവിച്ചിരിക്കാൻ പാടില്ല. മാത്രമല്ല, നീ എൻ്റെ ജന്മശത്രുവായ ക്ഷത്രിയനുമാണ്. ശ്രീരാമനാണെങ്കിൽ ഏറ്റവും വിനയാന്വിതനായി, ആർക്കും ഊഹിക്കാൻ കഴിയാത്തത്ര ശാന്തനായി പറഞ്ഞു, ഞാൻ ക്ഷത്രിയനാണ്, പക്ഷേ അങ്ങയുടെ ശത്രുവല്ല, മിത്രമാണ്. കേവലം ബാലനായ എന്നോട് അങ്ങ് എന്തിനാണ് ഇത്രയധികം ക്രുദ്ധനാകുന്നത്? പരശുരാമൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: പഴകിദ്രവിച്ച ആ ശൈവചാപം ഒടിച്ചതിലുള്ള അഹങ്കാരമാണ് നിനക്കും നിൻ്റെ ബന്ധുക്കൾക്കും. നീ യഥാർത്ഥത്തിൽ സമർത്ഥനാണെങ്കിൽ എൻ്റെ കയ്യിലുള്ള ഈ വൈഷ്ണവചാപം കുലച്ച് ഒരമ്പെയ്ത് കാണിക്കൂ. ശ്രീരാമൻ പ്രതിവചിച്ചു: ക്ഷത്രിയകുലത്തിൽ തന്നെയാണ് ഞാൻ ജനിച്ചത്, പക്ഷേ അസ്ത്രവിദ്യയിൽ അത്രയൊന്നും സമർത്ഥനല്ല. അങ്ങ് വില്ല് തരികയാണെങ്കിൽ ഞാൻ പരീക്ഷിച്ചു നോക്കാം. സാധിച്ചില്ലെങ്കിൽ എൻ്റെ നേരെ തിരുവുള്ളക്കേടുണ്ടാകരുത്. പരമാവധി പരിഹാസദ്യോതകമായ ഒരു പൊട്ടിച്ചിരിയോടുകൂടി പരശുരാമൻ ശ്രീരാമൻ്റെ കയ്യിലേക്ക് തൻ്റെ കയ്യിലുണ്ടായിരുന്ന വൈഷ്ണവചാപം കൊടുത്തു. ശ്രീരാമൻ അനായാസേന ആ ചാപം കുലച്ച് ബാണത്തിന് ലക്ഷ്യം കാണിച്ചു കൊടുക്കാൻ അപേക്ഷിച്ചു. തൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് ശ്രീരാമൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് മനസ്സിലാക്കിയ പരശുരാമൻ താൻ നാളിതുവരെ സംഭരിച്ച തപശക്തിയെ ലക്ഷ്യമാക്കി അമ്പെയ്യാൻ നിർദ്ദേശിച്ചു. പരശുരാമൻ്റെ വൈഷ്ണവ തേജസ് ശ്രീരാമനിൽ ലയിച്ചു. തുടർന്ന് പരശുരാമൻ മഹേന്ദ്രഗിരിയിലേക്ക് തപസ്സിനായി പോയി. ഒരു പ്രളയാന്തത്തിന് ദൃക്സാക്ഷിയാവാൻ വേപത് പൂണ്ടു നിന്നവർ ആശ്വാസത്തിൻ്റെ നിശ്വാസമുതിർത്ത് യാത്ര തുടർന്നു. ശ്രീരാമൻ്റെ സമചിത്തതയും വിനയവും ആണ് ആ അവസരത്തിൽ പ്രകടമായത്. ശരിക്കു പറഞ്ഞാൽ കുത്താൻ വരുന്ന പോത്തിനോട് വേദം ഓതുകയാണ് ശ്രീരാമൻ ചെയ്തത്.